അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല് ഈ മാർക്സിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർക്സിസ്റ്റുകാരന്മാര് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ചു. ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു. ആ ബോർഡിനകത്ത് അവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ല് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതമെന്നാണ്. ആ ബോർഡ് വെച്ച മാർക്സിസ്റ്റുകാരോടാണ് പറയുന്നത്, എടാ വിവരദോഷികളെ, നീയൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ പല്ല് കൊഴിഞ്ഞു എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്ന് മുള്ളിപ്പോകും. ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്ന് മുള്ളിപ്പോകും. പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം 60,000 വോട്ടിന് ജയിച്ച ശ്രീമതി KK ശൈലജയുടെയും MP കെ സുധാകരൻ തന്നെയാ. അതുകൊണ്ട് പ്രായം കൂടിയത് കൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിൽ ബ്രണ്ണൻ കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്തു കൊടുത്തൊരു ചവിട്ടിന്റെ പാട് ഇന്നും ആ നേതാവിന്റെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അതുകൊണ്ട് ശൗര്യ അളക്കാൻ ഇറങ്ങണ്ട. സുധാകരന്റെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ മാർക്സിസ്റ്റുകാരന്മാര് മനസ്സിലാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ ശൗര്യം അളക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസംഗിക്കുന്ന മാർക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ വ്യാജനത, നാളെയില്ലടാ നിനക്കൊക്കെ. 1.5 വർഷമായിട്ട് ഏത് വാഴയാടാ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി? 1.5 വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ DYFIയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എത്ര പോലീസാണ് അന്വേഷിച്ചേ? ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക. ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണം. ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു. അതാ ഞാൻ പറഞ്ഞത്, പുറത്തുള്ള മാർക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുള്ളപ്പോ അമ്മ ഏതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാടാ നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ K സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. നീയൊക്കെ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നിന്ന് നടത്തിയവന്മാർ, ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്ത പണം കൊണ്ട് പത്രം തുടങ്ങിയവന്മാരല്ലേ നിങ്ങള്? അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നിന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല.